അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഹാപ്പിയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങള് പിന്നെ 25 വർഷത്തോളായി MLA ആയിട്ട് അല്ലേ? ആ MLA ലൈഫ് നല്ല ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോ MK ഹാജിയെ കുറിച്ച് ഒരു പഠനം നടത്തിയാണ് കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പൊ 5 വർഷത്തോളായിട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെ പഠിച്ചപ്പോൾ MK ഹാജിയെ കുറിച്ച് ഓർമ്മയുള്ള ആളുകൾ ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. 40 വർഷം മുമ്പ് 1983 അദ്ദേഹം വിട പറയുന്നത്. അതെ. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആ നിലക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തിന്റെ സ്ട്രീമിൽ രാഷ്ട്രീയത്തിന് എതിരായിരിക്കാം, ചിലപ്പോൾ എന്തായാലും നവോത്ഥാന പ്രസ്ഥാനത്തിലൊക്കെ ഒന്നിച്ചുണ്ടാവും ചെയ്യാം. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുക. ഓക്കെ. അതായത് MK ഹാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തുല്യതയുള്ള നേതാക്കന്മാരുടെ അപൂർവം. MK ഹാജി കായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ കൂടെ, CD സാഹിബിന്റെ കൂടെ, ബാഫി തങ്ങളുടെ പൂക്കോയ തങ്ങളുടെ ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച സതീർത്ഥം തന്നെ പറയാം, പ്രവർത്തിച്ച ആളാണ്. പക്ഷെ MK ഹാജിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ട് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കിടയിലും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ അത് മാത്രം ഏറ്റെടുക്കാൻ വന്നിട്ടുള്ള ആളാണ്. കാരണം വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ പ്രാരാബ്ധമായിരുന്നു, വളരെ വിഷമിച്ചാണ് ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഈ തിരുരങ്ങാടി എന്ന് പറയുമ്പോൾ ഈ അന്നത്തെ 21 സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ആദ്യമായി യൂണിറ്റ് ഉണ്ടാക്കിയ സ്ഥലം തിരുരങ്ങാടിയാണ്. അപ്പൊ വളരെയധികം പ്രയാസങ്ങളുടെ ഒരു കാലത്താണ് MK ഹാജിന്റെ ബാല്യകാലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ അക്രമങ്ങള്, സംഘർഷങ്ങള്, കൊലപാതകങ്ങള്, വീടുകൾ റെയ്ഡ് ചെയ്യുക, സ്ത്രീകളെ ദ്രോഹിക്കുക, അങ്ങനെ വളരെയധികം പ്രയാസകരമായ ഒരു സ്ഥിതിയാണ് അദ്ദേഹത്തിന്റെ ബാല്യകാലം ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രതിയായി. ചെറുപ്പക്കാരനാണെങ്കിലും ഒരു ബാലനാണെങ്കിലും അദ്ദേഹം പ്രതിയായി. ആ പ്രതിയായിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അവിടെ ഒരു പ്രധാനപ്പെട്ട ഖാൻ ബഹാദൂർ പോലെയുള്ള അന്നത്തെ ഓരോ സ്ഥലത്ത് ഓരോ പ്രമാണിമാരുണ്ടല്ലോ, MK ഹാജിയിലുള്ള ഇത് കണ്ട് മുഴുവൻ സ്ഥലം വണ്ണം എന്ന് പറഞ്ഞു പോയി. അങ്ങനെ മദ്രാസിലേക്ക് വണ്ടി കയറാണ്, കള്ളവണ്ടി കയറാണ്. കാരണം പൈസൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവിടെ പോയി അവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് താഴത്തെ അലുവ കച്ചവടം, കാവ തുടങ്ങിയ തെരുവ് കച്ചവടമൊക്കെ നടത്തി. അങ്ങനെ അള്ളാഹിന്റെ അനുഗ്രഹത്തോടു കൂടി ഒരു ഓട്ടർ ശൃംഖലയുടെ ഒരു മുതലാളിയായി തന്നെ പറയാം ചെയ്തു. പക്ഷെ അതിലുള്ള മാറ്റം എന്ന് പറയുന്നത് അതേ ഈ 21 കലാപങ്ങൾ ഉണ്ടാകുന്ന അതിനോടനുബന്ധിച്ച് തന്നെയാണ് വേഗമായി കോളർ വരുന്നത്, വസൂരിയ കോളറാണ്. അന്നത്തെ സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, നമ്മളെ പഴയ ആൾക്കാരൊക്കെ പറയും, ഒരു വീട്ടിലേക്ക് കോളർ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഉപേക്ഷിച്ച് എല്ലാവരും പോവാണ്. 40 വസൂരി എന്നാ പറയാം, പക്ഷെ കോളറാണ് റിക്കാർഡ് കാണുന്നത്. വസൂരി എന്നൊക്കെ നമ്മളെ കാരണന്മാർ പറഞ്ഞത് കുരിപ്പ് എന്ന് പറയും. കുരിപ്പ് കുരിപ്പ് അന്ന് ചികിത്സ അല്ല, അന്ന് കുരിപ്പ് എന്ന് പറഞ്ഞ ഈ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ പള്ളിക്ക് എല്ലാവരും കൂടിയിട്ട് ബാങ്ക് കൊടുക്കലാണ്, കൂട്ടബാങ്ക് കൊടുക്കും ഷെയ്ത്താൻ പോവാൻ. അന്നത്തെ ട്രീറ്റ്മെന്റ് അതാണ്, കൂട്ടബാങ്കാണ് പള്ളിയിൽ നിന്ന്. അപ്പൊ അങ്ങനെ ആൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ വീട്ടിലാക്കിയിട്ട് മറ്റൊരു സ്ഥലം വിളയാം. കാരണം അത് പകർച്ചവ്യാധിയാണ്, എല്ലാവരും മരിക്കും, അതാണ്. അപ്പൊ അന്നത്തെ ഒരു സ്ഥിതിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപകമായി, പ്രത്യേകിച്ച് താനൂർ, തിരുരങ്ങാടി, നമ്മുടെ മലബാർ മേഖലയിൽ പൊതുവെ ഇത് വ്യാപകമായി പടർന്നു പിടിച്ചു. രക്ഷിതാക്കളും മരിച്ചു, കുട്ടികൾ അനാഥായി, കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്ഥിതി വിശേഷമാണ്. അതോടൊപ്പം തന്നെ പറയുന്നതുകാർ ക്രിസ്ത്യൻ മിഷണറി മറ്റു പ്രവർത്തനങ്ങൾ നടക്കൊണ്ട് അവർ ഈ കുട്ടികളെ കൊണ്ടുപോയി അവര് സംരക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇപ്പം മതം മാറ്റത്തിന്റെ പരാതി വരെ ആ സമയത്ത് വന്നു. അപ്പൊ ആ സമയത്ത് ഈ എത്തിയ കുട്ടികളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണം, അനാഥകൾക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് മനസ്സിൽ കണ്ട് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയതാണ് MK ഹാജിയുടെ പ്രത്യേകത. അത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അതതിനെ പറ്റി ആയിരിക്കാൻ വേണ്ടി CD സാഹിബ്, അതുപോലെ കായിദമില്ലത്ത്, അതുപോലെ JDT ഉണ്ടാക്കിയിട്ടുള്ള ഇവരൊക്കെ പാടെ ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഭാഗം ഇവിടെ കൊടുക്കണം. അന്നൊരു പൈസ ഇല്ല, പക്ഷെ MK ഹാജി അതിന്റെ 50 രൂപ എന്തുകൊണ്ട് എപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിന് സമുദായത്തെ കണ്ട് ഞാൻ പറയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യാഖ്യാനം, ഒരു പദപ്രയോഗം. ഏതായാലും അത് വലിയ ദൗത്യം ഏറ്റെടുത്ത് സ്വന്തം വീട്ടിൽ തന്നെ ഈ എത്തിയും കുട്ടികളെ വളർത്തി, അത് വലിയൊരു പ്രസ്ഥാനമായിട്ട് നാട് മുഴുവൻ അരഞ്ഞും തെണ്ടിയും യാചിച്ചും ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ലീഗ് നേതാക്കന്മാരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തെ പോലും ദാരിദ്ര്യപ്പെടുത്താൻ ഒരാളില്ല.
അതായത് ഈ ജീവിത സാഹചര്യങ്ങളും എല്ലാം കടന്നു വന്ന് സമുദായം നേരിടുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നത്തിന്റെ മുന്നിൽ നിന്ന് അത് ഏറ്റെടുത്ത് അത് പ്രാവർത്തികമാക്കി എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ കണ്ടു മുന്നോട്ട് പോയി. MKന്റെ പ്രത്യേകത അദ്ദേഹം അനാഥനായിരുന്നു. അത് ചെറുപ്പത്തെ വാപ്പ പോയി പോയി അനാഥ ജീവിതം അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതൊരു ദൗത്യമായി ഏറ്റെടുത്ത് സ്ഥാപനം കൊണ്ടുവന്ന് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് നേതൃത്വം കൊടുക്കുക, അവരെല്ലാവരും മക്കളെ പോലെ കണ്ട് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ദാരിദ്ര്യത്തിലുള്ള ചരിത്രം നമുക്ക് അപൂർവമാണ്, വളരെ അപൂർവം. പിന്നെ MKG ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഒരാളാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കാത്തൊരു കാലമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ മദ്രസയിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകമായി ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ചിന്തയും അത് പ്രാവർത്തികമാക്കി അദ്ദേഹം. ഇതൊക്കെയാണെങ്കിലും അന്നത്തെ ലീഗിന്റെ ഒരു പ്രത്യേകത പറഞ്ഞെങ്കിൽ ഈ ലീഗിന്റെ വേദിയിൽ എല്ലാ ഇസ്ലാഹി നേതാക്കന്മാരുണ്ടാവും, അതുപോലെ സുന്നി നേതാക്കന്മാരുണ്ടാവും. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം ഐക്യസംഘം രൂപഭാവം കൊടുത്തതാണ് രാഷ്ട്രീയ രൂപം വന്നതാണ് മുസ്ലിം ലീഗ്. അപ്പൊ സ്വാഭാവികമായി ചരിത്രം പറയുകയാണെങ്കിൽ ഐക്യസംഘത്തിന്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ വേദി വേണം എന്നാണ് പറയുന്നത്. അത് ചരിത്രത്തെ അങ്ങനെയാണ്. അപ്പൊ ഈ ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് മാറി. പക്ഷേ അതിനൊരു ജനകീയ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയാണ് ബാപ്പി തങ്ങളൊക്കെ പാടെ ഈ രംഗത്ത് കൊണ്ടുവന്നത്. അപ്പൊ ഈ ലീഗ് ലീഡർഷിപ്പിലെ ഈ നേതാക്കന്മാരൊക്കെ മുജാഹിദ് വേദി വാദപ്രതിവാദത്തിന് വരെ പോകുന്നവരാണ്. KC അബൂബക്കർ മൗലവി ആണെങ്കിലും അബ്ദുസ്സലാം മൗലവി ആണെങ്കിലും KM മൗലവി ആണ്, ഇവരൊക്കെ അതിൽ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ലീഗിന്റെ അകത്ത് സൗഹാർദ്ദം, അതാണ് അവരുടെ കാഴ്ചപ്പാട്. പൊതു പ്രശ്നങ്ങളിൽ യോജിച്ച് നിൽക്കാനാണ് കാരണം അവരുടെ കാഴ്ചപ്പാട്. അതിലിപ്പോ അന്നത്തെ സമസ്തന്റെ ആൾക്കാരാണെങ്കിലും മുജാഹിദിന്റെ ആൾക്കാരാണെങ്കിലും ആ വേർതിരിവില്ല. ആരെച്ചെങ്കിൽ MKG ചിലപ്പോ ഇമാമുക്കും തങ്ങൾ തുടരും, അല്ലെങ്കിൽ KM മൗലവി നോക്കും, അങ്ങനെയുള്ള ഒരു ഇതാണ്. അതിന്റെ മകുടോദാഹരണമാണ് ഇവിടെ പള്ളി ഉണ്ടാക്കുമ്പോൾ ചർച്ച വന്നു, ആരാണ് തറക്കല്ലേണ്ടത്. MKG പറഞ്ഞു ബാപ്പി തങ്ങളാണ് തറക്കല്ലേണ്ടത്. അതിന് ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാള് ബാപ്പി തങ്ങളാണ്. അന്ന് ചെറുപ്പങ്ങളോട് വലിയ ബഹുമാനമുണ്ട്. തങ്ങളോട് മാത്രമല്ല, പൊതുവെ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതാണ്. അപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വലിയൊരു ഇത് വന്നു ആ കാര്യത്തില്. പക്ഷേ ബാപ്പി തങ്ങളാണ് കല്ലിട്ടത്. അതാണ് ഇന്നും ഹാജി സാഹിബിന്റെ ചെറുപ്പത്തിൽ കല്യാണത്തിന് നേതൃത്വം കൊടുത്ത് ജിഫ്രി തങ്ങളാണ്, കക്കാടല്ല. ബന്ധങ്ങളാണ്, വലിയ ബന്ധങ്ങൾ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായ ഇതിന്റെ അപ്പുറമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളും വെച്ച് കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അതാണ്. അപ്പൊ ഇന്നത് ആ തുടർച്ച വളരെ അപൂർവമായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോ വളരെ കലുഷിതമാണല്ലോ സംഗതി. പക്ഷെ കലുഷിതമാണെങ്കിലും പൊതുവിൽ എല്ലാവരും ഒന്നിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞൊരു ലാസ്റ്റ് ഉദാഹരണം പറഞ്ഞത്. അബ്ദുൽ ഹസീം മൗലവി മുജാഹിദിന്റെ ഒരു ഉണ്ടായപ്പോ അതിന്റെ ഒരു പ്രസിഡന്റായി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് വലിയ ലോക ശിഹാബ്. അപ്പോൾ ശിഹാബ് തങ്ങളാണ് ഇമാം അതേ സമയത്ത് ചെറുപ്പക്കാരുള്ള മുജാഹിദിന്റെ കുട്ടികളൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. കുറച്ച് ആൾക്കാർ എന്നാലും ചരിത്രത്തിൽ അങ്ങനെയുള്ള. പക്ഷെ ശിഹാബ് തങ്ങൾ വന്നു. ഇത് ശിഹാബ് അത്രയും ആത്മബന്ധങ്ങളാണ്. ആ ശിഹാബ് തങ്ങളുടെ ബന്ധത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ശിഹാബ് തങ്ങൾ ലോകരാജ്യങ്ങളിലെ ഇസ്ലാമിക ചലനങ്ങൾ നമ്മൾ അറിയാം. പുതുതായിട്ട് വരുന്നുള്ള പുസ്തകങ്ങൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, അതുപോലെ പുതിയ പുതിയ മൂവ്മെന്റുകൾ, അറബിലായി നടത്തുന്ന മാറ്റങ്ങൾ, അതെല്ലാം അപ് ടു ഡേറ്റ് ആണ് തങ്ങൾക്ക്. അത് ഇപ്പോൾ അറിയാമെങ്കിലും ഇത്ര ആളൊക്കെ കാരണം അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചുകൊണ്ടുള്ള അതിന്റെ ഒരു അറിവ്. അപ്പൊ അവിടെ ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട് അബുദാബിയില്. അപ്പൊ അവിടെ ഈ അൽ-ഹാഷിം ഉണ്ട്, അവരെ അഡ്വൈസറും ഗവൺമെന്റ് അഡ്വൈസറാണ്, മതകാര്യ വകുപ്പിന്റെ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരൊരു മജ്‌ലിസ് ഉണ്ടാവും. ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്ന പഴയ അംബാസഡർമാര് പൊന്മുത്തികളൊക്കെ ഉണ്ടാവും. അന്ന് ഞാൻ ചെന്നന്ന് ശിഹാബ് തങ്ങളാണ് അവിടെ അതിഥി. അപ്പൊ ശിഹാബ് തങ്ങളുടെ പ്രസംഗങ്ങളൊന്നും നല്ല അറബിയില് സാഹിത്യ ഭാഷയിലാകുമ്പോൾ അവർക്കെല്ലാം അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബന്ധം. അതുകൊണ്ട് തങ്ങളെത്തി വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം. കാരണം ഏത് വിഭാഗമാണെങ്കിലും അവർക്ക് അവരുടെ മൂമ്പനെ പറ്റി അറിഞ്ഞ് തങ്ങൾ കാണണം. അതായത് MKGയെ സംബന്ധിച്ചാണ് ഈ ആൾക്കാരോടൊക്കെ നല്ല ബഹുമാനമുള്ള നല്ല ബന്ധം പുലർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സ്ഥാപനമായി കൊണ്ടുവന്നു. പിന്നെ ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലം വരെ അവിടുത്തെ അഡ്മിഷനോ നിയമനത്തിനോ പൈസ വാങ്ങുന്നില്ല. അത് MKGന്റെ ആ പവിത്രത കൊണ്ടും മനസ്സിന്റെ നിയ്യത്ത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനം കൊണ്ടാണ്. കാരണം എന്ന് പണം വാങ്ങാതെ എങ്ങനെ സ്ഥാപനം നടത്താം എന്നാലോചിക്കുന്ന കാലമാണ്. എല്ലാ സ്ഥാപനങ്ങളും
ലേല വെച്ച് പണം വാങ്ങാം. പക്ഷെ ഇവളൊരു പൈസ ആരും വാങ്ങൂല. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വാങ്ങൂല. അങ്ങനെയാണ്. എന്നാൽ ആൾക്കാർ സഹായിക്കാറുണ്ട്. അവിടുന്ന് പുറത്തു പോയ കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അവർ സഹായിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം ഈ പിന്നെ എം കെ ഹാജിയുടെ നിയത്താണ്. CH മന്ത്രിയായപ്പോ എതിർപക്ഷത്താണെങ്കിലും എം കെ ഹാജി കൊടുത്ത സ്ഥാപനത്തിന്റെ അപേക്ഷ ആദ്യം ഒപ്പിട്ടത്. അതങ്ങനെ തന്നെയാണ്. അതാണ്. അതായത് ലീഗ് രണ്ടായിരുന്നെങ്കിലും ആ ബന്ധത്തിന് ഒളിച്ചു തട്ടിയില്ല. എനിക്ക് എന്നെ പോലത്തെ ആൾക്കാർ, ഞങ്ങൾ ചെറുപ്പക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് എം കെ ഹാജിക്ക് അങ്ങനെ ഒരു ബന്ധപ്പെടാൻ പിന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം കെ ഹാജിന്റെ ആകാര സൃഷ്ടുണ്ടല്ലോ, അതുപോലെ ഇവിടുത്തെ താടി ഗാംഭീര്യം. അപ്പൊ ഒരു നമ്മളെപ്പോലെ ചെറുപ്പക്കാരായ ഈ വിദ്യാർത്ഥികളാണെങ്കിലും ചെറുപ്പക്കാരെ അടുക്കാൻ പേടിയാണ്. കാരണം വെച്ചാൽ മൂപ്പരുടെ ഒരു മുഖത്തിന്റെ ഒരു ശോഭ, ഇല്ലെങ്കിൽ ആ ദീനി ഭാവം, ഗൗരവ സ്വഭാവം പേടിച്ചിട്ട്. അപ്പൊ എന്റെ അനുഭവത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ 67, 68 കാലത്ത് ഞാൻ MSF ആയിട്ട് ഇങ്ങനെ നടക്കണം. അല്ലെങ്കിൽ കുറെ പ്രസംഗിക്കും, പ്രഥമാതിയല്ല. അപ്പൊ എടക്കര ഒരു സമ്മേളനം, എടക്കര എം കെ ഹാജിന്റെ ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ സ്ഥലം കാര്യമൊക്കെ ഉണ്ട്. അവിടെ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ അബ്ദുള്ള കുട്ടി മാസ്റ്ററിന്റെ അംസാക്കുണ്ട്, കോഴിക്കോട് നേരത്തെ അവിടുത്തെ കരീമ ചുങ്കത്തറ തുടങ്ങിയ നേതാക്കളൊക്കെ ഉണ്ട്. ഉദ്ഘാടനം എം കെ ഹാജിയാണ്. ഒരു പീടിയുടെ മുകളിലാണ്. ഞാനും പ്രസംഗിക്കാണ്ട്. ഞാനും ഇപ്പൊ കണ്ടപ്പോ തന്നെ ആകെ പറിച്ചു. കാരണം പേടിയാണ്. എങ്ങനെ എം കെ ഹാജിന്റെ ഇത് പ്രസംഗിക്കാതാണ്. പിന്നാണ് പ്രസംഗിക്കാനാണ്. അപ്പൊ നമ്മൾ വളരെ അകന്നാ നിൽക്കുക. സാധാരണ പിന്നെ അന്ന് നേതാക്കന്മാർ പൊതുവെ അകച്ച കാണിക്കുന്ന കാലമാണ്. എന്നാലും ഇന്നത്തെ വഴിയല്ല. ഇന്നത്തെ വന്ന് ലോകം ഭയങ്കര പരിപാടിയൊന്നുമില്ല. അങ്ങനെ നിൽക്കണ. അപ്പൊ എം കെ ഹാജിയോട് പ്രത്യേകിച്ച് മുഖം നോക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര ഇതും മൂപ്പരോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗാണ്. ദീന് വിട്ടിട്ടുള്ള ലീഗില്ല. പിന്നെ അന്ന് മലബാർ ലീഗിന്റെ ഖജാൻജിയും സ്റ്റേറ്റ് മുസ്ലിം ലീഗ് ആയപ്പോൾ അതിന്റെ ഖജാൻജിയും പിന്നെ എം കെ ഹാജിയാണ്. ലീഗ് ലീഡർഷിപ്പിൽ ഖാലിദിന്റെ ഒരു പുസ്തകത്തിലുണ്ട്, കായികമില്ലത്ത് ആദ്യമായിട്ട് മദ്രാസിൽ സമ്മേളനം സംഘടിപ്പിച്ചല്ലോ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ. അതിന്റെ പ്രധാന ശക്തി എം കെ ഹാജി ആയിരുന്നു. അത് എന്താ വെച്ചാൽ മദ്രാശിയിലുള്ള ഈ മുസ്ലിം ജമാഅത്ത്, മലബാർ മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയതും അവിടുത്തെ ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ സജീവമായിരുന്നു. ഗായിദമില്ലത്തിനെ പറ്റിയുള്ള കഥയിൽ പറയുന്നുണ്ട് എം കെ ഹാജിനെ പറ്റി. എന്ന് വെച്ചാൽ ഗായിദമില്ലത്തിന് വീട്ടിൽ പോയിട്ട് ഇരിക്കാൻ ചെറിയൊരു ബെഞ്ച് ഉണ്ടാകാം. യാതൊരു സൗകര്യമില്ല, കസാര ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ബെഞ്ച് ഇരിക്കുമ്പോൾ ആൾക്കാർ ഇരിക്കാം. അതിനൊരു കാലൊക്കെ അളിയ ബെഞ്ചായിരുന്നാണ്. എന്നിട്ട് പിന്നെ എന്നിട്ട് എം കെ ഹാജി ഒക്കെ പാടെ കുറച്ച് സ്ഥാനത്ത് ചെന്നു. അപ്പൊ ഗായിദമില്ലത്ത് മടക്കി. അതൊന്നും ഇവിടെ വേണ്ട. അതാണ് അങ്ങനത്തെ ഇതുണ്ട്. അത്രയും ബന്ധങ്ങളാണ് അവിടെ ചെന്നൈയിലെ ആയിരുന്ന കാലത്തും മദ്രാസിലായിരുന്ന കാലത്തും ഉണ്ടായിരുന്നത്. അവിടെയും ഇവിടെയും ഒക്കെ ഈ സമുദായ സേവന രംഗത്ത് നിന്ന് പോവാണ് എം കെ ഹാജി. അതുകൊണ്ട് ഞാൻ അത്ര അദ്ദേഹത്തെ പോലെ ദാരിദ്ര്യപ്പെടുത്താൻ പറ്റുന്ന ഒരു നേതാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി അത് ഒരു സമുദായത്തിന്റെ പ്രതികൂലമായ ഒരു കാലത്ത് ദീർഘവീക്ഷണത്തോടു കൂടി മുന്നിൽ നിന്നിട്ട് വന്നിട്ടുള്ള ഒരു നേതാവ് എന്നത് എം കെ ഹാജിയുടെ പ്രത്യേകതയാണ്. പിന്നെ ആളെ സംഘടിപ്പിച്ചു, സാമ്പത്തികം സംഘടിപ്പിച്ചു, എല്ലാം ചെയ്തു എം കെ ഹാജി. അപ്പം ആ സമ്മേളനത്തിന് കായികമില്ലത്ത് പറയുന്നത് ഇത് ഉങ്കൾ വെറ്റി, ഇത് അങ്ങയുടെ വിജയമാണ് എന്ന് കായികമില്ലത്ത് പറഞ്ഞു കാണും. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ ഹോട്ടലാണെങ്കിലും അവിടുത്തെ മലയാളികളുടെ ഒരു പിന്നെ അഭയകേന്ദ്രമാണ്. അവിടെ വരുന്നവരും ധാരാളം ആളുകൾ, അന്ന് മദ്രാശി ജോലി ചെയ്ത് ധാരാളം ആളുകൾ വരും. പുറത്തുനിന്നൊക്കെ നമ്മളെ ആൾക്കാർക്കൊക്കെ അഭയം മദ്രാശാണ്. നമ്മളെ പറ്റി പറയാം മദ്രാശികൾ എന്നാണ്. കേരളക്കാരല്ല, മദ്രാശികൾ എന്നാ പറയാം. അപ്പൊ അവർക്കൊക്കെ ഒരു അഭയം എം കെ ഹാജിന്റെ ഈ സ്ഥാപന ഹോട്ടലുകളൊക്കെയാണ്. അപ്പൊ അന്നത്തെ അവിടെ പാർട്ടി ഉണ്ടാക്കലും കാര്യത്തിലും ഈ മലബാറുള്ളത് പോലെ തന്നെ പിന്നെ അതുകൊണ്ട് അതുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ മദ്രാസിൽ നിന്ന് നമ്മൾ മാറി കേരളത്തിൽ വന്നപ്പോൾ ഇതിന്റെ ലീഡർഷിപ്പിൽ എം കെ ഹാജി വരുന്ന കാരണമാണ്. പിന്നെ നിർഭാഗ്യവശാൽ പാർട്ടി ഉണ്ടായപ്പോ പിന്നെ അവർ മറുഭാഗത്ത് വന്നു, രണ്ട് ഭാഗത്തായി വന്നു. എന്നാലും ആ ഭിന്നിപ്പിനിടയിലും സൗദം നടത്തിയിരുന്നു. ചെന്നൈ പാണക്കാട് തങ്ങളായിട്ട് നല്ല ബന്ധമായിരുന്നു. പാണക്കാട് തങ്ങള് അസുഖമായി കിടക്കുമ്പോ പിന്നെ പാണക്കാട് വന്നിരുന്നു. എം കെ ഹാജി വന്ന് കണ്ടിട്ട് ഒരു പിന്നെ അവിടെ വരാന്തിയിലെ കോലയിൽ അവിടെ നിന്നിട്ട് എം കെ ഹാജി കരയുന്നത് ചരിത്രത്തിൽ പറയുന്നുണ്ട്, വിഷമത്തില്. അപ്പൊ അത്രയും പിന്നെ ബന്ധങ്ങളാണ്. ബന്ധം കാത്തു സൂക്ഷിക്കണം. അതും മുജാഹിദായിട്ടുള്ള ആൾക്കാർ അന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ആ ബന്ധം നിർത്തിക്കൊണ്ടുപോവുക, പൊതുകാര്യങ്ങൾ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുപോകുക നല്ല ബന്ധമായിരുന്നു, നല്ല അടുത്ത ബന്ധമായിരുന്നു. അതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എം കെ ഹാജി വന്നല്ലേ ഇപ്പൊ പൂവത്തങ്ങൾ എപ്പോൾ പിടിച്ചുകൊണ്ട് അകത്ത് കൊണ്ടെത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരോടുള്ളൂ. അത്രയും നല്ല അടുത്ത ബന്ധങ്ങളായിരുന്നു എന്നുള്ളതാണ്. അത് പിന്നെ ഞാനും ദീർഘസാക്ഷിയായിട്ടുണ്ട്. ഇതാണ് അച്ഛനാണ്. അപ്പൊ എം കെ ഹാജി
പിന്നെ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ നിങ്ങളാണ് പ്രസിഡന്റ്. ഉം. എൻഗാജ് ഉണ്ടാക്കിയ സ്ഥാപനത്തിന് അതൊരു ഭാഗ്യമായി കരുതുന്നുണ്ട്. അത് മഹാഭാഗ്യം മാത്രമല്ല, അതിനുള്ള എന്ത് യോഗ്യതയാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്നോട് അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞപ്പോഴും ഞാൻ ഇവിടെ വിമർശനം കാണിച്ചു. ഒന്നാം വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ മഹാന്മാരായ നേതാക്കന്മാർ ഇരുന്ന ഒരു സ്ഥലമാണ്. അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ആളുകളുടെ ഏറ്റവും പുരോഗമന വീക്ഷണവും അതേസമയം വളരെ പക്വമായ സംസാരവും നിങ്ങളെടുത്ത പലപ്പോഴും നമ്മളെ ലീഗുകാരും മറ്റാൾക്കാരും കാണണം. അതുകൊണ്ടായിരിക്കും. അല്ല, അതായിരിക്കാം. പക്ഷെ എന്നാലും അങ്ങ് ഇതുപോലത്തെ സ്ഥാനത്ത് ഇരിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് അഭിമാനമാണ്. കാരണം തിരങ്ങാടി എത്തിയങ്കാനെയും അനുബന്ധ സ്ഥാപനങ്ങളിലും ഒരു നേതൃത്വം വരിക എന്നുള്ളത് അഭിമാനമാണ്. മറ്റു സ്ഥാപനങ്ങളെ പോലെ ഞാൻ കുറെ സ്ഥാപനങ്ങളുടെ പലർക്കും ഞാൻ ഒഴിവാല. എന്താ വെച്ചാൽ നമ്മൾ സ്ഥാനം ഏറ്റെടുത്ത് അതിനോട് നേര് പുറത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒഴിവാകും. പക്ഷെ ഇത് ഇവർക്കൂടെ പറഞ്ഞ പിന്നെ എനിക്ക് മാറാൻ പറ്റിയില്ല. പിന്നെ സന്തോഷം തോന്നി ഒരു ആലോചിച്ചാൽ. പക്ഷെ എന്നാലും അതിനെ അറിയാനാണോ എന്ന കാര്യം ഇപ്പോഴും എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, സന്തോഷം. അൽഹംദുലില്ലാഹ്.